നമ്മൾ ടെൻഷൻ മറക്കാൻ വേണ്ടി ഡ്രൈവ് ചെയ്യുക, ടെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഡ്രൈവ് ചെയ്യരുത്. ഇതാണ് ഏറ്റവും നല്ല സ്റ്റിയറിംഗ് പൊസിഷൻ എന്നാണ് ഇപ്പോൾ പറയുന്നത്. വളരെ ശ്രദ്ധിക്കുക, ഹോൺ അടിച്ച് ഇടിമേടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നല്ല കാര്യമൊന്നുമല്ല. ലെഫ്റ്റ് സൈഡിൽ ഇഷ്ടംപോലെ ഗ്യാപ്പ് ഉണ്ടാവും, എന്നാലും ചില ആൾക്കാർ സെന്റർ പിടിച്ചിട്ടേ പോകുള്ളൂ. അത് ചില ആൾക്കാരുടെ ഹാബിറ്റാണ്. ഇത് പിടിച്ച് വലിച്ചിട്ട് വേണം നമുക്കിതിനെ. ഗുഡ് മോർണിംഗ് ടു ഓൾ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വൺ ഡ്രൈവ്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യാൻ പഠിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ പഠിച്ച് വളരെ പ്രാക്ടീസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ചില കാര്യങ്ങൾ മറന്നു പോകുന്നതായിട്ടുണ്ട്. അവർക്ക് കൂടി ഒരു ചെറിയൊരു ഓർമ്മിപ്പിക്കലായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്, അത്ര വലിയൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നല്ല നമ്മൾ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വൺ ഡ്രൈവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരു ചെറിയ ഫാമിലിയാണ്. ആ ഫാമിലി നിങ്ങൾക്ക് മെമ്പർ ആണ്. നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ പ്രസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോളൂ. ഇവിടെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീട് വിട്ട് എങ്ങും പോയിട്ടില്ല, എങ്ങും പോയിട്ട് ഒരു വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലുള്ള ഓരോ കണ്ടന്റ്സ് നമ്മൾ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഹൗ ടു വാഷ് എ കാർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഞാൻ എല്ലാ വീഡിയോസിലും കൊണ്ടുവരുന്നത്. നമ്മുടെ രണ്ട് വണ്ടികളും ഓരോ വീഡിയോസിലുണ്ട്. അത് ഫോർച്യൂണർ മാത്രമല്ല എന്നുള്ളൊരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ ഈ ഫോർച്യൂണർ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസിൽ കൊണ്ടുവരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. പല ആൾക്കാർ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ബ്രോ ഫോർച്യൂണറിന്റെ വീഡിയോസ് കാണാനാണ് ഇൻട്രസ്റ്റ്, ഫോർച്യൂണറിന്റെ വീഡിയോസ് കാണിക്കൂ. ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എ സിയുടെ പ്ലസ് പോയിന്റ്സും അതുപോലെ നെഗറ്റീവ്സും ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ. അതുപോലെ ഓരോരോ വീഡിയോ ഓരോരോ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. കംപ്ലീറ്റ് നമ്മൾ ഫോർച്യൂണറിന് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ അല്ല. എനിക്ക് യാതൊരുവിധ പേയ്മെന്റ്സും കാര്യങ്ങളൊന്നും ബ്രാൻഡ് തന്നിട്ട് ബൂസ്റ്റ് ചെയ്യുന്നതൊന്നല്ല ഈ ഒരു വാഹനത്തിന് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയ വണ്ടിയാണ്, അപ്പം അതിനെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ റെഗുലർ ആയിട്ട് ഇപ്പോൾ കുറച്ച് വീഡിയോസ് ഫോർച്യൂണറിന് മാത്രം കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ശരിക്കും അതിലെ കണ്ടന്റ് ഡിഫറെൻ്റ് ആണ്. ഫോർച്യൂണർ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നമ്മൾ വർത്തമാനം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് രണ്ട് വണ്ടികളുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ ഫോർച്യൂണർ ഉണ്ടാകും, ഇവിടെ നമ്മുടെ ഡസ്റ്ററിനെ വെച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോസ് ഞാൻ ചെയ്യാറുള്ളത്. വേറെ ഒന്നും വിചാരിക്കരുത്. കുറച്ച് കമൻസ് ഒക്കെ ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ലെങ്ത് ആയിട്ട് നമുക്ക് കമൻസിൽ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് അതൊരു വീഡിയോയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതുവരെ ചെയ്ത ഒരു വീഡിയോസ് നമുക്ക് പെയ്ഡ് പ്രൊമോഷൻ അല്ല, വളരെ കഷ്ടപ്പെട്ട് അവരുടെ കയ്യും കാലും പിടിച്ചതാണ് നമുക്ക് ഓരോ വണ്ടികൾ കിട്ടുന്നത്. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ക ഹോണസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയിലും റിവ്യൂസ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു വാഹനത്തിനെ ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായി ഡ്രൈവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാഹനത്തിന് പരിചയപ്പെടുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാഹനമാണ് എന്ന് വിചാരിക്കുക, ഫോർച്യൂണർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ലെങ്ത് ഒക്കെ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ടാവും, ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് ഇത്രയും നീളമുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക്. അപ്പോൾ അതൊന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ അത് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഈ ബാക്ക് സൈഡിൽ ഏറ്റവും കൂടുതൽ പ്രൊജക്ഷൻ നമുക്ക് കാണാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിരിക്കും. കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഈ ലൈറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീലാർച്ചിൻ്റെ മുകളിലാണ് എല്ലാ വണ്ടികൾക്കും ഒരു രീതിയിൽ പുറത്തേക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം റിവേഴ്സൊക്കെ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ചെറിയ വഴിയിലൊക്കെ കയറുമ്പോഴൊക്കെ ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രൊജക്ഷൻ ഉണ്ടാവുക. അത് നിങ്ങൾക്ക് ഒന്നുകൂടി കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡസ്റ്ററിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ ഡസ്റ്ററിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വീലാർച്ചിൻ്റെ മുകളിലാണ് ഏറ്റവും കൂടുതൽ ഇതേപോലെ പ്രൊജക്ഷൻ ഉള്ളത്. സൈഡ് മിറർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ പ്രൊജക്ഷനെയും ഈ ടയറും വരുന്ന ലെവലിലായിരിക്കണം നമ്മൾ സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളത്. ഈ ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയുകൊണ്ട് നീളം വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ വെക്കണം. എങ്ങനെയാണ് ബ്രോ വണ്ടിൻ്റെ വീതി നമുക്ക് കണക്കൂട്ടാൻ പറ്റുക, നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ എങ്ങനെ ജഡ്ജ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാം. ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റുന്നുണ്ടാവും, വാഹനത്തിൻ്റെ രണ്ട് സീറ്റ് ഇരിക്കുന്നുണ്ടോ, ഡ്രൈവറും കോ ഡ്രൈവറും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 3 പേര് നടന്നു പോകാൻ പറ്റുന്ന ഒരു വഴിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാനായിട്ട് പറ്റും. അതായത് നമ്മൾ വളരെ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അതായത് ഇപ്പോൾ ഇവിടെ 1, 2, 3 പേര് കയ്യും വീശി നടന്നു പോകാനുള്ള ഒരു വഴി ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കാറ് പോവും എന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ ലെങ്ത്തും അതുപോലെ ഈ ഒരു വിക്തിനെ പറ്റി നമുക്കൊരു ഐഡിയ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലുള്ള കുറച്ച് സ്വിച്ചുകൾ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഹെഡ്ലൈറ്റിൻ്റെ ലിവറും അതുപോലെ ഇൻഡിക്കേറ്ററിൻ്റെ ലിവറും ചില വാഹനങ്ങളിൽ മെയിനായിട്ട് നമുക്ക് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മൻ മെയ്ഡ് ചെയ്ത നമ്മുടെ ഡസ്റ്ററിൽ പോലും അത് വ്യത്യാസമുണ്ട്. ഇവിടെ ഇൻഡിക്കേറ്റർ വരുന്നത് നമ്മുടെ കയ്യിൽ അപ്പുറത്തേക്ക് ഇൻഡിക്കേറ്റർ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ വാഹനത്തിൽ
വാഹനത്തിലുള്ള ഓരോ സ്വിച്ചുകളുടെ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. വാഹനത്തിൻ്റെ ശരിക്കും ഒന്ന് പഠിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു കാര്യമാണ് ക്ലച്ച് എങ്ങനെ വർക്കാവുന്നു, എക്സലറേഷൻ എങ്ങനെ വർക്കാവുന്നു. ഹൈ സ്പീഡിൽ നമ്മൾ ലോ ഗിയർ ഉപയോഗിക്കരുത്, അതുപോലെ തന്നെ ലോ സ്പീഡിൽ നമ്മൾ ഹൈ ഗിയറുകൾ ഉപയോഗിക്കരുത് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് പരിചയപ്പെട്ട് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലാണ് നമുക്കതിനെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചറ പറന്ന് ഉപയോഗിക്കും, അപ്പോൾ ക്ലച്ചൊക്കെ പെട്ടെന്ന് നാശമാവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സീറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യമാണ്. നന്നായി ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ പോലും സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട്. ചിലപ്പോൾ സീറ്റ് നേരെ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ഒരു ലോങ് ഡ്രൈവ് കംഫർട്ട് തന്നെ വളരെ നന്നായിട്ട് കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വണ്ടീനെ കുറ്റം പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഇടുന്ന ഒരു സീറ്റിംഗ് കറക്റ്റ് ആയി എന്ന് വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു സീറ്റിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് കുറച്ച് സ്വിച്ചുകളെ പറ്റിയൊക്കെ നമ്മളൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ലിവറിനെ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ഫ്രണ്ടിലേക്കും അതുപോലെ ബാക്കിലേക്കും മൂവ് ചെയ്യാൻ പറ്റും. ഇതൊരു ഇലക്ട്രിക്കൽ സീറ്റാണ് കേട്ടോ. റിക്ലൈൻ പൊസിഷനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്വിച്ചാണ് ഈ ഒരു കാണുന്നത്. ഇതിന് ഇങ്ങോട്ടും ആക്കുക. അതുപോലെ ഇതിനിങ്ങനെ മേലേക്ക് പൊക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഹൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഏറ്റവും ബാക്കിലേക്ക് നീക്കിയിട്ടാൽ പോലും ഇവിടെ കണ്ടോ സ്റ്റിയറിംഗ് വീല് നമ്മുടെ കാലിനോട് ചേർന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വലിയ ഹൈറ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഹൈറ്റിലേക്ക് സീറ്റിന് ഇടേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു പ്രോപ്പറായിട്ടൊരു സീറ്റിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ് ആയത് കാരണമാണ് ഇതിൽ ഇങ്ങനെയുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ചില വണ്ടിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല വരിക. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഡസ്റ്ററിൽ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ നമുക്കൊരു ലിവർ കാണാം. ഇത് പിടിച്ച് വലിച്ചിട്ട് വേണം നമുക്കിതിനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്യാനായിട്ട്. അതുപോലെ ഇതിൻ്റെ റിക്ലൈൻ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഇവിടെ ഉള്ള ലിവറാണ് ഉപയോഗിക്കേണ്ടത്. അത് ഓരോ വാഹനത്തിനും ഓരോ ടൈപ്പാണ് ഇതിൻ്റെ സെറ്റിങ്സ് വരിക. ചിലത് അപ്പുറത്തെ ഭാഗത്താണ് ഈ ഒരു റിക്ലൈനിൻ്റെ ഈ ഒരു ലിവർ വരിക. പിന്നെ ഇതിന് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു പില്ലോ വെച്ച് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് കണ്ടോ, ഇതുപോലുള്ള പില്ലോസൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. വളരെ ചീപ്പായിട്ടുള്ള പില്ലോസാണ്. ഇതിവിടെ ജസ്റ്റ് ഒന്ന് വെക്കുക, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇരിക്കാനായിട്ട് നമുക്ക് പറ്റും. അത് ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് വ്യൂ പുറത്തേക്ക് കിട്ടും. നമ്മളൊരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ പെഡലിനെ നമ്മൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഓട്ടോമാറ്റിക് വാഹനങ്ങളാണെങ്കിൽ നമുക്കിവിടെ ഇതേപോലെ ഒരു ഡെഡ് പെഡലാണ് വരിക. അപ്പോൾ ഈ ഡെഡ് പെഡലിൽ നമ്മൾ കാല് വെച്ചിട്ടാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വിൻഷീൽഡിന്റെ സെൻറ്റർ പോർഷനിലായിട്ട് വേണം നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ ഒരു സൈറ്റ് വരാനായിട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് മേലേക്ക് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ള ബ്ലൈൻഡ് സ്പോട്ടൊക്കെ നമുക്ക് വരും. അതുപോലെ ഈ മിററൊക്കെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടായിട്ട് വരും, ഈ സെൻറ്ററിലുള്ള IRVM. പിന്നെ നമ്മൾ ഓവറായിട്ട് താഴ്ന്നിരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ബ്ലൈൻഡ് സ്പോട്ട് വരും. അത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് സെൻറ്ററായിട്ട് ജസ്റ്റ് ഒന്ന് ഹൈറ്റ് കൂട്ടാം. ഇപ്പോഴാണ് കറക്റ്റ് എൻ്റെ ഈ ഒരു കണ്ണ് വന്നിട്ട് കറക്റ്റ് സെൻറ്റർ പോർഷനിലായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കാല് വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഈ ഡെഡ് പെഡലിലേക്ക് ഇങ്ങനെ കാല് വെക്കുമ്പോൾ ഈ ഒരു ആംഗിൾ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതാണ് ഏറ്റവും റിലാക്സിങ് ആയിട്ടുള്ള ഒരു ആംഗിൾ എന്ന് പറയുന്നത്. ഈ ഒരു ആംഗിൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ലോങ് വേണമെങ്കിലും സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ബ്രേക്ക് പെഡലിലേക്കും ആക്സിലറേറ്ററിലേക്കും കറക്റ്റായിട്ട് നമുക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതോടുകൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ സീറ്റിന്റെ ഈ ഒരു ഇരിക്കുന്ന പൊസിഷൻ കറക്റ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ബ്രേക്കിലേക്കും ആക്സിലറേറ്ററിലേക്കും പോകുന്ന കാല് വന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ആക്സിലറേറ്റർ ചവിട്ടി കഴിഞ്ഞ് കാല് പൊക്കി ബ്രേക്ക് ചവിട്ടാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കാല് എങ്ങനെ വെക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പെഡലിന്റെ ഈ ഒരു സെൻട്രലായിട്ട് വേണം നമ്മൾ കാല് ഇവിടെ വെക്കാനായിട്ട്. അപ്പോൾ എന്താ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാല് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യാം. അതുപോലെ ഇങ്ങനെ നമുക്ക് മാറ്റി ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന്റെ കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് കാല് നമുക്ക് ആക്സിലറേറ്ററിലേക്കും ബ്രേക്കിലേക്കും വരികയും ചെയ്യും. അതൊരു പ്ലസ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചവിട്ടേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ നമുക്ക് സ്പീഡിൽ തന്നെ ആക്സിലറേറ്റ് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും നമുക്ക് പറ്റും. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ വരുന്നത് വന്നിട്ട് ശരിക്കും ഈ ഒരു ആംഗിളിൽ തന്നെ വരണം. ഒരു ചെറിയൊരു ബെൻഡ് ഇവിടെ ഇങ്ങനെ വരണം. എന്നാലാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ലൊരു പെട്ടെന്ന് തിരിക്കേണ്ടി വന്നാൽ പോലും നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റെയറിംഗ് പോവാതെ ഇരിക്കുള്ളൂ. ഇനി നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ വലിച്ച് ബാക്കിലേക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ വന്നിട്ട് സ്റ്റഡിയിൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടോപ്പിലേക്ക് റീച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. നമ്മുടെ ഈ നമ്മുടെ ബാക്കിൽ റിക്ലൈൻ പൊസിഷനിൽ ടച്ച് വിട്ട് പോവുകയാണ്. അങ്ങനെ ഒരിക്കലും വരരുത്. അപ്പോൾ നമുക്ക് ഡിസ്കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. മാത്രമല്ല നമുക്ക് ആക്സിഡന്റുകൾ പോലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ഈ ടോപ്പിലേക്ക് റീച്ച് ചെയ്യാൻ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ആംഗിളിൽ വെക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ പിടിക്കണ പോലെ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കൈ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല നമുക്ക് ഈ ടോപ്പിലേക്ക് റീച്ച് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോഴും നമ്മുടെ കൈ ഒന്ന് ബെൻഡായിട്ട് തന്നെ നിൽക്കും. ആ കയ്യിൽ നിന്ന് സ്റ്റെയറിംഗ് മിസ് ആവുകയില്ല. ഇനി നമ്മൾ മാനുവൽ ട്രാൻസ്മിഷനിലാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലച്ച് പെഡലിനെ
ഫുള്ളായിട്ട് നമ്മൾ ചവിട്ടി പിടിക്കുക. ഫുള്ളായിട്ട് അത് ഉള്ളിലേക്ക് നന്നായി ഡീപ്പായിട്ട് ചവിട്ടി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ സീറ്റിംഗ് പൊസിഷൻ കറക്റ്റ് ആണോ ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് വേണോ ബാക്കിലേക്ക് വേണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ഒരു ലെവലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇരിക്കുന്ന ഈ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡിംഗ് പൊസിഷൻ. ഇനി നമുക്ക് റിലീസ് ചെയ്താലും കണ്ടേ നമ്മുടെ കാലിരിക്കുന്നത് വന്നിട്ട് ഈ ഒരു ആംഗിളിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എടുത്ത് ചവിട്ടാനും വളരെ ഈസിയാണ്. മാനുവൽ ട്രാൻസ്മിഷനിൽ നമ്മൾ ക്ലച്ച് മൊത്തം ചവിട്ടി പിടിച്ചിട്ട് വേണം സീറ്റിനെ മുന്നിലേക്കും ബാക്കിലേക്കും നമുക്ക് നീക്കിയിടാനായിട്ട്. അങ്ങനെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാൻ മറക്കരുത് എന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ സീറ്റ് ബെൽറ്റ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു പിടുത്തത്തിന് വേണ്ടിയാണ്, നമ്മുടെ ബോഡീനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സീറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ടെൻഷനോട് കൂടിയുള്ള സീറ്റ് ബെൽറ്റ് ഒക്കെയാണ് വരുന്നത്. അതായത് നമ്മളൊരു കോർണറിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോകണമെങ്കിൽ അപ്പം തന്നെ ഇവിടെ നമ്മൾ പിടിക്കും. ഒന്ന് ഇങ്ങോട്ട് പോകണമെങ്കിലൊക്കെ നമ്മളിവിടെ ഹോൾഡ് ചെയ്യുന്ന പോലുള്ള സീറ്റ് ബെൽറ്റ് ആണ് ഇപ്പോഴത്തെ സീറ്റ് ബെൽറ്റുകൾ. അതുപോലെ നമ്മളൊരു ഇറങ്ങി വരുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നമ്മൾ സീറ്റിൽ തന്നെ ഹോൾഡ് ചെയ്യുന്ന പോലുള്ള സീറ്റ് ബെൽറ്റ് ഒക്കെയാണ് ഇപ്പോഴത്തെ. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സേഫ്റ്റി കാര്യങ്ങളൊക്കെ കൂടി വരികയാണ് ഓരോ വണ്ടികളിലും. ഇന്ന് കാണുന്ന ടെക്നോളജി അല്ല നാളത്തെ സേഫ്റ്റി ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ സീറ്റ് ബെൽറ്റ് നിർബന്ധമായി ഇടണം. ഇനി നാലാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിറർ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വെക്കാറുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് IRVM സെറ്റ് ചെയ്യാറുള്ളത് കേട്ടോ. കറക്റ്റ് പ്രോപ്പറായിട്ട് ബാക്കിൽ എന്ത് വരുന്നു എന്നുള്ളത് കാണാനുള്ള ലെവലിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ടത്. മെയിൻ ആയിട്ട് നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്യാനിരിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ ഇരുന്നിട്ട് വേണം മിററിനെ സെറ്റ് ചെയ്യാനായിട്ട്. ORVM നമ്മുടെ സൈഡിലുള്ള ORVM എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേണം നമ്മളൊരു ORVM സെറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കറക്റ്റായുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, നമ്മുടെ ടയർ ഏതിനെ പോകണം നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ നമ്മുടെ വണ്ടീൻ്റെ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ നമ്മുടെ വണ്ടീൻ്റെ ടോപ്പും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ലെവലിൽ വേണം നമ്മൾ നമ്മുടെ ORVM അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇതെല്ലാം നമുക്ക് കാണണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡോർ ഹാൻഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റണം. അപ്പോൾ നമുക്ക് മിറർ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് വിചാരിക്കണം. ഇവിടെ നിങ്ങൾക്ക് ഓട്ടോ ഒന്ന് കാണാം. ഇനി മാനുവലി വരുന്ന IRVM എങ്ങനെ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴെ തന്നെ ഇവിടെ ഒരു ലിവർ ഉണ്ടാവും. ഇത് ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡൗൺ ചെയ്യുക എന്നുള്ള പോലെയാണ് അതിന്റെ കാര്യം വരിക. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിഫ്ലക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ബാക്കിൽ നിന്ന് വരുന്ന ലൈറ്റിനൊക്കെ റിഫ്ലക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ IRVM ആകുമ്പോൾ നമുക്ക് അതിന്റെ ആവശ്യം വരില്ല. അപ്പോൾ അത് നമ്മളുടെ ഓരോ വണ്ടികളെ ബേസ് ചെയ്തിട്ടിരിക്കും എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം. പിന്നെ എനിക്ക് അഞ്ചാമതായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശ്രദ്ധ തിരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വണ്ടിയിൽ കൊണ്ടുവരാൻ പാടില്ല. വെള്ളം അടിച്ച് വണ്ടി ഓടിക്കാണ്ടിരിക്കുക, അത് നമ്മൾ മാക്സിമം ഒഴിവാക്കണം. മാക്സിമം ഒഴിവാക്കാന്നല്ല, ഡ്രൈവ് ചെയ്യാനേ പാടില്ല. നമ്മളുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാർ കൂടി അത് പ്രശ്നം വരും. അതുപോലെ തന്നെ റോഡ് സൈഡിൽ നടന്നു പോകുന്ന ആൾക്കാർക്ക്, വഴിയാത്രക്കാർക്ക് അത് പ്രോബ്ലം വരും. അതൊക്കെ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. പാട്ടിന്റെ ഒക്കെ സൗണ്ട്, അതായത് മ്യൂസിക് സിസ്റ്റത്തിന്റെ ഒക്കെ സൗണ്ട് കുറച്ച് വെച്ച് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. കാരണം ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ഹോണോ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ വഴികളിലൂടെ പോകുമ്പോൾ ഒരു കാര്യമാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകാൻ വേണ്ടി, യാത്ര ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ ഓവറായിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചിട്ട് ഭക്ഷണമേ കഴിക്കാണ്ടിരിക്കുക എന്നല്ല ഞാൻ പറയുന്നത്. ഓവറായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ വരാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉറക്കം ചിലപ്പോൾ വന്നു എന്ന് വരും. അതുപോലെ തന്നെ നമ്മൾ നല്ല ബിരിയാണിയൊക്കെ തട്ടിയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കറിയുന്നതാണ്, ബിരിയാണിയൊക്കെ അടിച്ചിട്ട് നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകാൻ വെച്ചാൽ നല്ല ഒഴിഞ്ഞ റോഡ് കൂടെ ഒക്കെ പോകാൻ വെച്ചാൽ ചിലപ്പോൾ ഉറക്കം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം എന്നുള്ളൊരു കാര്യം. അത് നിങ്ങൾക്ക് അറിയുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ടാവും. അതുപോലെ നമ്മൾ ഫാമിലി ആയിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മൾ സംസാരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു ശീലമുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡിലുള്ള ശ്രദ്ധ പോവാത്ത ലെവലിൽ വേണം നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. നമ്മുടെ ടൈമും പോവും, നമ്മുടെ പൈസ പോവും, നമ്മൾ എത്താം എന്ന് വിചാരിച്ച ആ സ്ഥലത്തേക്കുള്ള അന്നത്തെ പ്ലാനിങ് നമുക്ക് മിസ്സാവും. അപ്പോൾ അതൊന്നും നമ്മൾ വരുത്തി വെക്കാണ്ടിരിക്കുക. ഇനി എനിക്ക് ആറാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ഉള്ളിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ട്രാഫിക് സിഗ്നലുകളിൽ പോലുള്ള ലൈറ്റുകളാണ് നമുക്ക് ഇവിടെ വാർണിംഗ്സ് ആയിട്ട് നമുക്ക് വരിക. അപ്പൊ അതിൽ തന്നെ ഈ റെഡ് സിഗ്നൽ കണ്ടില്ലേ നമുക്ക് വന്നു എന്ന് വിചാരിക്കുക. അവിടെ ഇപ്പോൾ പാർക്ക് പി എന്ന് കാണാം. അതായത് നമ്മൾക്ക് ഇവിടെ പാർക്കിലാണ് നടക്കുന്ന പോലെ ഹാൻഡ് ബ്രേക്കും വലിച്ചിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഒരു പി എന്നോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ മാർക്കൊക്കെ നമുക്ക് ഒരു സിഗ്നൽ ആയിട്ട് വരും. എന്തൊക്കെ വാർണിംഗ്സ് ആണ് നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. താഴെ കമന്റ് ചെയ്താൽ മതി. റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യാനേ പാടില്ല എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ സിഗ്നലിൽ റെഡ് നമുക്ക് എന്തിനാണ്, അതുപോലെ തന്നെയാണ് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ റെഡ് വന്നാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. വണ്ടി എവിടെയെങ്കിലും പെട്ടെന്ന് സൈഡാക്കുക, നമ്മുടെ
ഷോറൂമിലേക്ക് വിളിക്കുക, എന്താണ് ആ റെഡ് സിഗ്നലിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞു വെക്കുക. അതുപോലെ തന്നെ മഞ്ഞയും പിന്നെ ഓറഞ്ച് കളറിലുള്ള സിഗ്നൽ വരും. ഇപ്പം നമ്മളിവിടെ ട്രാക്ഷൻ കൺട്രോളിന്റെ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രാക്ഷൻ കൺട്രോൾ ഓഫായി, ഒരു വാർണിംഗ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓറഞ്ചും മഞ്ഞ കളറിലും വരുന്നത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും അതൊന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ള ലെവലിലുള്ള വാർണിംഗ്സ് ആണ് ഓറഞ്ചും മഞ്ഞ കളറിലും നമുക്ക് വരുന്നത്. ഇവിടെ ഇപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് കളർ വാർണിംഗ് ആണ്. ഇനി നമുക്ക് വരുന്ന ഒരു വാർണിംഗ് ആണ് ഇതേപോലെയുള്ള പച്ച കളറിലുള്ള വാർണിങ്ങുകൾ. അതായത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമല്ല, പച്ചയും അതുപോലെ നീല കളറും. ഹൈ ബീം ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ ഒരു നീല കളർ ഒരു ലൈറ്റ് വരും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലാണ്ട് ഇത് പേടിക്കേണ്ട കാര്യങ്ങളല്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ പച്ച കളറിലാണ് നമുക്ക് കാണാൻ പറ്റുക. അതെല്ലാ വണ്ടികളിലും നമുക്ക് പച്ച കളറിലാണ് ഇൻഡിക്കേറ്റർ ഒക്കെ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ, പച്ച കളറിൽ വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഡാഷ്ബോർഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ലൈറ്റുകൾ, എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഏഴാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെ സ്റ്റിയറിംഗ് പിടിക്കണം എന്നുള്ള ഒരു കാര്യം. ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക ഇതേപോലെ ഇങ്ങനെ ഒരു 10-2 എന്നുള്ള ലെവലിന് വേണം നമുക്ക് സ്റ്റിയറിംഗ് പിടിക്കാനായിട്ട് എന്നാണ് പറഞ്ഞു തരിക. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ല ഏറ്റവും നല്ല ഒരു പൊസിഷൻ എന്നാണ് ദി നാഷണൽ ഹൈവേ ട്രാഫിക് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇവിടെയാണ് എന്നുള്ളതാണ്. അതായത് 9-3 എന്നുള്ള ലെവലിനാണ് അത്ര ഏറ്റവും നല്ല സ്റ്റിയറിംഗ് പിടിക്കാനുള്ള പൊസിഷൻ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ എയർ ബാഗ് ഒന്ന് പൊട്ടുക, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രാഷ് ആയെന്ന് വിചാരിക്കുക. അപ്പോൾ എയർ ബാഗ് പുറത്തേക്ക് വരുന്ന ടൈമിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ എയർ ബാഗ് നേരെ നമ്മുടെ കയ്യിനെ അടിച്ച് തെറിപ്പിക്കും എന്നുള്ളൊരു കാര്യം വരുന്ന കാരണമാണ് ഇവിടേക്ക് പിടിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് എയർ ബാഗ് കറക്റ്റ് ആയിട്ടാണ് വരുള്ളൂ. ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ എയർ ബാഗ് പൊട്ടുന്ന ടൈമിൽ കയ്യിനെ അടിച്ച് നമ്മുടെ മുഖത്തേക്ക് ഒരു ഇടി വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല ഒരു എന്താ പറയുക സ്റ്റിയറിംഗ് പിടിക്കാനുള്ള പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9-3 എന്നുള്ള ലെവലിലാണ്. ഇതാണ് ഏറ്റവും നല്ല സ്റ്റിയറിംഗ് പൊസിഷൻ എന്നാണ് ഇപ്പോൾ പറയുന്നത്. എട്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടേണിംഗ് സിഗ്നലുകൾ ഉപയോഗിക്കാൻ മറക്കരുത് എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ കറക്റ്റ് നമ്മൾ ടേണിംഗ് സിഗ്നൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എത്രയോ സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. ബാക്കിൽ വരുന്ന വണ്ടി അതിനേക്കാൾ ചിലപ്പോൾ സ്പീഡിലായിരിക്കും. ഓവർടേക്ക് ചെയ്യാനൊക്കെ നോക്കുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീരുമാനമാവും. അപ്പോൾ ടേണിംഗ് സിഗ്നൽസ് എല്ലാവരും മാക്സിമം ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർ സ്പീഡിൽ വാഹനം ഡ്രൈവ് ചെയ്യാണ്ടിരിക്കുക. ആദ്യം തന്നെ ഒരു വാഹനത്തിന് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഓവർ സ്പീഡിൽ നമ്മൾ പോയി വണ്ടി എവിടെയെങ്കിലും അറിയാണ്ട് ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാമല്ലോ എന്താണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം ഓവർ സ്പീഡ് ഒഴിവാക്കുക. നമ്മൾ ആദ്യം ഒരു വണ്ടിനെ മനസ്സിലാക്കുക, അതിൻ്റെ വലുപ്പത്തിനെ പറ്റി മനസ്സിലാക്കുക. നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വണ്ടീനെ പറ്റിയിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ പിന്നീട് നമ്മൾ സ്പീഡ് ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നോക്കുക, ശ്രമിക്കുക. ഒരിക്കലും വലിയൊരു സ്പീഡിലേക്ക് നമ്മൾ ആദ്യം ഒരു വാഹനം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ പോകരുത്. അത് വലിയൊരു ആക്സിഡന്റിലേക്ക് പോയി എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. 10ാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ മുന്നിലത്തെ വാഹനത്തിൽ നിന്നൊരു നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് ഫ്രണ്ടിലത്തെ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ വാഹനത്തിന് ഒരു ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് ഒരു സഡൻ ബ്രേക്ക് അടിച്ചാൽ നിൽക്കാനുള്ള ഒരു അകലം. ആ ഒരു അകലത്തിൽ നിന്നും വളരെ അടുത്താണ് നമ്മൾ ഈ ഒരു വാഹനമായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മൂട്ടിൽ പോയി നമ്മൾ ഇടിക്കും. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബ്രേക്കിംഗ് ഡിസ്റ്റൻസിനും അടുത്താണ് ഈ ഒരു വാഹനം നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വെട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് കയറി നിന്നോളും. ഒരിക്കലും റൈറ്റ് സൈഡിലേക്ക് നമ്മൾ വണ്ടി വെട്ടിക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് വണ്ടി വെട്ടിച്ചാൽ ഓപ്പോസിറ്റ് വണ്ടീനെ നമ്മൾ ഇടിച്ച് മറിച്ചിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ വളരെ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു ടിപ്പാണ്. ഇത് പല കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ സൈഡിൽ ഒരു പോസ്റ്റൊക്കെ ഉണ്ട്, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇടിച്ചു കൊണ്ടുപോയി കയറ്റണം എന്നല്ല ഞാൻ പറയുന്നത്. പല കമന്റ്സ് വരാറുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ. പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ബ്രോ അങ്ങനെ എനിക്ക് അവിടെ ഒരു പോസ്റ്റ് വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പോസ്റ്റ് ഉള്ളപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇടിച്ച് കയറ്റണം എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് റൈറ്റിലേക്ക് ഓടിക്കുന്നതിനെക്കാട്ടിലും സേഫ് ആണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വണ്ടി സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒടിച്ചു മാറ്റുന്നത്. അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. 11ാമതായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോണിനെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. നമ്മളൊരു ഹോസ്പിറ്റലിന്റെ പരിസരങ്ങളിൽ പോയിട്ട് നമുക്ക് ഹോൺ അടിച്ചിട്ട് വല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കുറെ ആൾക്കാർ കിടക്കുന്നുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഡിസ്റ്റർബൻസ് ആണ്. പോരാത്തതിന് നമ്മൾ മെല്ലെ പോകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മൂട്ടിൽ പോയിട്ട് വെറുതെ ഹോൺ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർ ആ ഒരു സ്പീഡ് അവർക്ക് വേണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ ആ ഒരു സ്പീഡിൽ പോയോണ്ടിരിക്കുന്നത്. നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ഓവർ
ഓവർടേക്ക് ചെയ്ത് പോകാൻ നോക്കുക. ഇനി നമുക്ക് ഓവർടേക്ക് ചെയ്യാനും പറ്റാത്ത ലെവലിലാണ് ചില ആൾക്കാർ കാണാം സെന്റർ പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം. എന്നാൽ മറ്റൊരാളെ ഓവർടേക്ക് ചെയ്യാനും പറ്റാത്ത ലെവലിൽ ഇങ്ങനെ ബേർഡ് ഡ്രൈവിംഗ് ഹാബിറ്റ് ആണ് അത്. അപ്പോൾ അങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താണെങ്കിൽ നമ്മൾ ഹോൺ അടിച്ചത് അവരെ കൂടുതൽ വെറുപ്പിക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മളും കൂടുതലായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും. നമ്മൾ ഹോൺ അടിച്ചാൽ പോലെ അവർ മാറില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പറ്റുന്ന ലെവലാണെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. ലെഫ്റ്റ് സൈഡിൽ ഇഷ്ടംപോലെ ഗ്യാപ്പ് ഉണ്ടാവും, എന്നാലും ചില ആൾക്കാർ സെന്റർ പിടിച്ചിട്ടേ പോകുള്ളൂ. അത് ചില ആൾക്കാരുടെ ഹാബിറ്റ് ആണ്. ഇനി ചില ആൾക്കാർ സ്ലോ സ്പീഡിൽ ലെഫ്റ്റ് സൈഡ് പിടിച്ചിട്ട് പോകുന്നത് കാണാം. അവരെ നമ്മൾ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുത്. നമ്മൾ എന്തിനാ വെറുതെ ഹോൺ അടിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമുണ്ട്, ഗ്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോവുക. നമ്മൾ വെറുതെ അവരെ ഹോൺ അടിച്ചിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. കോടതിയുടെ ഭാഗത്ത് നമുക്ക് പോയി ഹോൺ അടിക്കാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പൊ അവിടെ ഒന്നും പോയി നമ്മൾ ഹോൺ അടിച്ച കാര്യം ഫൈനൊന്നും മേടിക്കാണ്ടിരിക്കുക. എപ്പോഴും ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിനെ വെറുതെ നമ്മൾ വയലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ പോകുന്ന ആൾക്കാർ ഇപ്പോൾ ഓരോ ആൾക്കാർ ഓരോ ചിന്തയിലും ഓരോ എന്താ പറയുക ടെൻഷനിലുമാണ് ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവുക. ചിലർ ഫാമിലി ആയിട്ട് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കാമായിട്ട് ക്വയറ്റായിട്ട് പോകുന്നുണ്ടാവും. ചിലർ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അവർ കുറച്ച് വയലേറ്റഡ് ആയിരിക്കും. അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയിട്ട് ബാക്കിൽ വെറുതെ ഹോൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരൊക്കെ ഇറങ്ങി നമ്മുടെ മോന്തക്കിട്ട് ഒരു ഇടി ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഹോൺ അടിച്ച് ഇടി മേടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നല്ല കാര്യമൊന്നുമല്ല. 12ാമതായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കുള്ള ടെൻഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുക. നമ്മളുടെ ആ ഒരു എന്താ പറയുക ഒരു റിലീഫിന് വേണ്ടി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് എന്താ അതിന് വേണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. എ എന്നുള്ളൊരു പോയിന്റിൽ നിന്ന് ബി എന്നുള്ളൊരു പോയിന്റിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം നമ്മൾ ഡ്രൈവ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ കുറേ ടെൻഷനൊക്കെ ഉള്ള ടൈമിൽ നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ തെറ്റുകളിലേക്ക് നമ്മൾ പോകും. അതായത് പലതരത്തിലുള്ള ഡ്രൈവിംഗ് ഹാബിറ്റ് ഉള്ള ആൾക്കാരാണ് നമ്മുടെ റൂട്ടിലുള്ളത്. ചില ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ സ്പീഡിൽ പോവുക, മറ്റുള്ളവരെ വയലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ റോഡ് സൈഡിലുള്ള ആൾക്കാരെയൊക്കെ ആകെ ടെൻഷൻ അടിപ്പിക്കുക എന്നുള്ള ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാണാം. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മളുടെ അടുത്ത് കൂടെ അവർ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളും കൂടി ഓവറായിട്ട് നമുക്ക് ടെൻഷനായി നമ്മൾ അവരെ പിടിക്കാൻ വേണ്ടി പോവുക. അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാണ്ടിരിക്കുക. അതൊക്കെ നമ്മൾ ടെൻഷൻ ആകുമ്പോഴാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അപ്പം നമുക്ക് ടെൻഷനൊന്നും ഇല്ലാണ്ട് വളരെ കാമായിട്ട് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുക. ഓവറായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും ഓവറായിട്ട് ടെൻഷൻ അടിച്ചിട്ടൊക്കെ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ചിലപ്പോൾ കാശ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു സാധനത്തിന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തണ പോലെയാവും. അതായത് പല പ്രശ്നങ്ങൾ ചിലപ്പോൾ അതുകൊണ്ട് വന്നു എന്ന് വരും. അപ്പോൾ വളരെ കാമായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുക. നമ്മൾ ടെൻഷൻ മറക്കാൻ വേണ്ടി ഡ്രൈവ് ചെയ്യുക, ടെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഡ്രൈവ് ചെയ്യരുത്. ടെൻഷൻ ഉള്ള ടൈമിലൊന്നും വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യാണ്ട് ഇരിക്കുക. അതാണ് എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു പോയിന്റ്, 12ാമത്തെ നമ്മുടെ പോയിന്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയാനായിട്ടുള്ളൂ. അതായത് 12 പോയിന്റ്സ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് നല്ല ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതല്ലാണ്ട് നിങ്ങൾക്കും ഇനി കുറേ കാര്യങ്ങൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവാം. നിങ്ങൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ആയിരിക്കാം. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യൂ. അത് മറ്റുള്ളവർക്ക് കൂടി വളരെ യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ വീഡിയോസും ഞാൻ ഫോർച്യൂണറിനെ കൊണ്ടുവരിക എന്ന് പറയുന്നുണ്ട്. ശരിക്കും ലോക്ക്ഡൌൺ ആയി വീട്ടിൽ പെട്ടതാരനാണ് അങ്ങനത്തെ ഒരു സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട് അത് വെച്ചിട്ടാണല്ലോ നമ്മളൊരു കണ്ടന്റ് ഉണ്ടാക്കുക. ഞാൻ പറയുന്നത് മൊത്തമായിട്ടും ആ ഒരു വണ്ടിനെ പറ്റിയല്ല, പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ കവർ ചെയ്ത പോലത്തെ കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ ഓവർ ലെങ്ത് ആയെങ്കിൽ വളരെയധികം സോറി ഉണ്ട് കേട്ടോ. നമ്മുടെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളൊന്നുമല്ല, ഒക്കെ അൺസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. വളരെ റോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് തന്നെ. കാരണം എനിക്കറിയാം ചില കാര്യങ്ങളിൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയാനുള്ള ചാൻസോ അല്ലെങ്കിൽ ചൂടായതുകൊണ്ട് എന്തെങ്കിലും വർത്താനം പറയാനുള്ള ചാൻസോ, ഇനിയിപ്പോൾ റോഡ് സൈഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പല വീഡിയോസിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അപ്പം അത്രയും ശ്രദ്ധിച്ചാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ വെരി സോറി ഉണ്ട്. അപ്പൊ ഇത്രയ്ക്കുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, ബി ബ്ലെസ്, ബൈ.